1/12/24 RRന്റെ കീഴിൽ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കാണ്. ഈ പേജ് ഹോഡോഫാൽസിനുള്ളതാണ്, വിച്ച് മീൻസ് എ പേഴ്സൺ ഹു ലോവ്സ് ടു ട്രാവൽ. പാലക്കാടാണ് ഡെസ്റ്റിനേഷൻ വരുന്നത്. കാറിൻ്റെ പാർക്കിംഗ് ചാർജ് 30 രൂപയാണ്. അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. ഇതാണ് ഫോർട്ടിൻ്റെ എൻട്രൻസ്. 25 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. ഇവിടെ ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് ലിക്വിഡ് തന്നെ കൊടുക്കണം. വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ ചുറ്റുമുണ്ട്. പ്രായം കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു മരം ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് ഫോർട്ട്, വിച്ച് ഈസ് ആൾസോ നോൺ ആസ് ടിപ്പൂസ് ഫോർട്ട്. വല്ലാതെ ചൂട് പ്രതീക്ഷിച്ച് പാലക്കാട് എത്തി എനിക്ക് നല്ല നൈസ് ക്ലൈമറ്റാണ് കിട്ടിയത്. 1766 ഹൈദർ അലി അഥവാ ടിപ്പു സുൽത്താൻ്റെ പിതാവാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. സ്ക്വയറിലാണ് ഈ ഫോർട്ടിൻ്റെ ഷേപ്പ് വരുന്നത്. ഫോർട്ടിന് ചുറ്റിലും വെള്ളം, നല്ല സ്ട്രോങ് ആൻഡ് ഹെവി വാൾസ്, എല്ലാ സൈഡിൽ നിന്നും ശത്രുക്കളെ വീക്ഷിക്കാൻ അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ കൊത്തളങ്ങൾ. മുന്നേ ഏജ് ഓഫ് എംപയർ കളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളത്. ഈ കോട്ടൻ്റെ ഉള്ളിൽ കയറാൻ 2 വാതിലുകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു എൽ ഷേപ്പ് പാത്താണുള്ളത്. ശത്രുക്കളുടെ ഡയറക്റ്റ് എൻട്രൻസ് തടയാൻ വേണ്ടിയാവണം അതിങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം സെറ്റപ്പൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഗേറ്റ് എൻ്റർ ചെയ്ത് 2ാമത്തെ ഗേറ്റിലാണ് നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റ് കാണിക്കേണ്ടത്. കോട്ടയ്ക്ക് ഉള്ളിൽ കയറിയാൽ ബൗണ്ടറി ആയിട്ട് 4 സൈഡിലും ആ വലിയ വാൾസ് കാണാൻ പറ്റും. ഒരുപാട് മരങ്ങളായിട്ടും പ്ലാന്റ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ കാണാനും മൊത്തത്തിൽ ഒരു പച്ചപ്പാണ്. ഇനി ഒരു സ്വസ്ഥതയിലും സമാധാനത്തിലും ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയിരുന്നിട്ട് അവിടെ ബെഞ്ചുകളുണ്ട്, സംസാരിക്കാനൊക്കെ പറ്റിയ ഏരിയകളുണ്ട്. കൊത്തളങ്ങളുടെ ഉൾവശമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ചുമരിൻ്റെ ഇടയിലിട്ട ഗ്യാപ്പിലാണ് പീരങ്കി വെച്ചിട്ട് ഫയർ ചെയ്യുക. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആകെ കാണുന്നത് ഈ വാൾസാണ്. ഒരു റാമ്പാട്ടിൽ നിന്ന് മറ്റൊരു റാമ്പാട്ടിലേക്ക് ഈസി ആയിട്ട് പോവാൻ ആ ചുമര് ചാരിയിട്ട് തന്നെ വഴിയുണ്ട്. ചുറ്റിലുള്ള ഈ കൊത്തളങ്ങൾ നിൽക്കുന്നത് കോട്ടയ്ക്കുള്ളിലെ ഗ്രൗണ്ട് ലെവലിനേക്കാൾ കുറച്ച് മേലെയാണ്. ഇനി സംസാരിച്ച് നടക്കാനുള്ളവർക്ക് അല്ലെങ്കിൽ ജോഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കോട്ടയുടെ മതിൽ ചാരിയിട്ട് ചുറ്റിലും ഒരു നടപ്പാത സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ ചാരിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു കുളമുണ്ട്. ഇതേപോലെ പല മോശായത്തിലുള്ള ബിൽഡിങ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് കണ്ടിട്ട് ഒരു ജയിൽ ഫീൽ ഉണ്ട്. പണ്ട് തലയുർത്തി നിന്നതൊക്കെ ഇപ്പോൾ കാലക്രമേണ തകർക്കപ്പെട്ട രീതിയിലുള്ള കാഴ്ചകളും അതിൻ്റെ ഉള്ളിലുണ്ട്. യാത്രകൾ എന്തായാലും തുടർന്നുകൊണ്ടേയിരിക്കും. കൂടെ കൂടാൻ താല്പര്യമുള്ളവർക്ക് RR വാണ്ടേഴ്സ് എന്ന യാത്രയുടെ പേജിലോ റാവൻ റോവർ എന്ന എൻ്റെ മെയിൻ പേജിലോ ബന്ധപ്പെടാവുന്നതാണ്.